പ്രിയപ്പെട്ട കുട്ടികളെ, മലയാള മധുരതരത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സാം സ്പെഷ്യൽ സീരീസിൽ ഇന്ന് നാം പഠിക്കുന്നത് വിഭക്തിയെക്കുറിച്ചാണ്. എത്ര മിടുക്കരെയും സന്ദേഹത്തിലാഴ്ത്തുകയും നിങ്ങളുടെ മാർക്കിനും ഗ്രേഡിനും ഭീഷണിയായി നിലകൊള്ളുകയും ചെയ്യുന്ന ഒന്നാണിത്. നോക്കൂ, 8ാം തരം കേരള പാഠാവലിയിലെ ഒരു ചോദ്യമാണിത്. പരീക്ഷയ്ക്കും ഇത്തരത്തിലായിരിക്കും ചോദ്യം ചോദിക്കുക. അർത്ഥത്തിൽ വന്ന മാറ്റം. മകന്റെ മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. മകൻ മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. വാക്യത്തിൽ ന്റെ പ്രത്യയം ചേർത്തപ്പോൾ അർത്ഥത്തിൽ വന്ന മാറ്റം എന്ത്? കണ്ടെത്തി എഴുതൂ. ഈ ചോദ്യത്തിന് ഉത്തരമെഴുതണമെങ്കിൽ എന്താണ് പ്രത്യയം എന്ന് അറിയണം. അവൾ പുസ്തകം. കുട്ടികളെ, ഈ വാക്യം പൂർണ്ണമായ എന്തെങ്കിലും അർത്ഥം തരുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇത് 2 പദങ്ങൾ മാത്രമായി പോയില്ലേ? ഇതൊന്നു നോക്കൂ. അവളുടെ പുസ്തകം. ഇങ്ങനെ പറയുമ്പോഴോ അർത്ഥമുള്ള പദമായി അല്ലേ? ഇവിടെ നമ്മൾ ഉടെ എന്ന പ്രത്യയമാണ് ഉപയോഗിച്ചത്. ഇതൊന്ന് ശ്രദ്ധിക്കൂ. അനു അമ്മു പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരപാകത ഇവിടെയും കാണാം. അനു അമ്മുവിനോട് പറഞ്ഞു എന്നായപ്പോഴോ വാക്കിന് ഒരർത്ഥം ലഭിച്ചു. ഇങ്ങനെ വെറും പദങ്ങളായി നിൽക്കുന്നവയെ പ്രകൃതികളെന്നും അവയെ വാക്യവുമായി ബന്ധിപ്പിച്ച് അർത്ഥമുണ്ടാക്കുവാൻ സഹായിക്കുന്ന ഘടകങ്ങളെ വിഭക്തി പ്രത്യയങ്ങൾ എന്നും പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ വാക്കിനെ അർത്ഥയുക്തമായ വാക്യമാക്കുവാൻ സഹായിക്കുന്ന ഘടകമാണ് വിഭക്തി പ്രത്യയം. നമ്മുടെ ഭാഷയിൽ 7 വിഭക്തികളാണ് ഉള്ളത്. 7 വിഭക്തികളിൽ 1ാമത്തെ വിഭക്തിയാണ് നിർദ്ദേശിക. ഇതിന് പ്രത്യയമില്ല, നാമമാണ് നിർദ്ദേശിക. ഉദാഹരണം രോഹൻ. 2ാമത്തെ വിഭക്തിയാണ് പ്രതിഗ്രാഹിക. എ എന്ന പ്രത്യയമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഉദാഹരണം രോഹനെ. 3ാമത്തെ വിഭക്തിയാണ് സംയോജിക. ഇവിടെ ഓട് എന്ന പ്രത്യയമാണ് ഉപയോഗിക്കുന്നത്. രോഹനോട്. 4ാമത്തെ വിഭക്തി ഉദ്ദേശിക. ന്, ക് എന്നീ പ്രത്യയങ്ങൾ ഉപയോഗിക്കുന്നു. രോഹൻ ആണിവിടെ നാമം എന്നതുകൊണ്ട് രോഹന് എന്നുപയോഗിക്കാം. 5ാമത്തെ വിഭക്തിയാണ് പ്രയോജിക. ആൽ എന്നാണ് ഇതിന്റെ പ്രത്യയം. രോഹനാൽ എന്ന് ഉദാഹരണം. 6ാമത്തെ വിഭക്തിയാണ് സംബന്ധിക വിഭക്തി. ഇതിന് ന്റെ, ഉടെ എന്നീ പ്രത്യയങ്ങളാണ് ഉപയോഗിക്കുന്നത്. രോഹന്റെ എന്നത് ഉദാഹരണം. ആധാരിക വിഭക്തി ഇൽ, കൽ എന്നീ പ്രത്യയങ്ങളാണ് അതിനുള്ളത്. ഇവിടെ രോഹനിൽ എന്ന് ഉപയോഗിക്കാം. വിഭക്തികൾ 7 മനസ്സിലായല്ലോ. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതൊന്ന് നോക്കൂ. ഇവിടെ 2 വാക്യങ്ങൾ തന്നിരിക്കുന്നു. 1 രോഹൻ പറഞ്ഞു, 2 രോഹനോട് പറഞ്ഞു. ഈ 2 വാക്യങ്ങൾ തമ്മിൽ എന്തൊക്കെ അർത്ഥവ്യത്യാസമാണുള്ളത്? ഒന്ന് പറയൂ. അതെ, ആദ്യത്തെ വാക്യം രോഹൻ പറഞ്ഞു. രോഹൻ എന്തോ പറഞ്ഞു എന്നാണ് അവിടെ അർത്ഥം. എന്നാൽ 2ാമത്തെ വാക്യം രോഹനോട് പറഞ്ഞു. രോഹനോട് ആരോ എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് 2ാമത്തെ വാക്യത്തിനർത്ഥം. ഈ 2 വാക്യങ്ങളും 2 വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് നമ്മൾക്ക് പകർന്നു തരുന്നത്. അതിന് സഹായിച്ചത് എന്താണ്? അല്ലെങ്കിൽ ആ വ്യത്യാസത്തിന് കാരണമായത് എന്താണ്? അതെ, പ്രത്യയമാണ് അല്ലെ? 1ാമത്തെ വാക്യത്തിൽ രോഹൻ പറഞ്ഞു. ഇവിടെ നിർദ്ദേശിക പ്രത്യയമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2ാമത്തെ വാക്യത്തിലാണെങ്കിലോ രോഹനോട് പറഞ്ഞു. ഓട് എന്ന ഒരു പ്രത്യയം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അതെന്താണ്? സംയോജിക വിഭക്തിയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് വാക്യത്തിന്റെ അർത്ഥവ്യത്യാസത്തിന് കാരണമായത്. കുട്ടികളെ, വിഭക്തി എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ വീണ്ടും ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. വാക്യത്തിൽ ന്റെ പ്രത്യയം ചേർത്തപ്പോൾ അർത്ഥത്തിൽ വന്ന മാറ്റം എന്ത്? കണ്ടെത്തി എഴുതൂ എന്നതാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ എങ്ങനെ നിങ്ങൾ ഉത്തരം എഴുതും? ഇവിടെ 2 വാക്യങ്ങളാണ് തന്നിരിക്കുന്നത്. 1ാമത്തെ വാക്യം മകന്റെ മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ
മകൻ മരിച്ചു കഴിഞ്ഞു. അതിനാൽ മകന്റെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്ന് പറയുന്നു. രണ്ടാമത്തെ വാക്യം മകൻ മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ആദ്യത്തെ വാക്യത്തിൽ മകനാണ് മരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ മറ്റാരോ മരിച്ചിരിക്കുന്നു, മകൻ മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ന്റെ എന്നുള്ള പ്രത്യയം വലിയ ഒരു മാറ്റമാണ് അർത്ഥത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെ അർത്ഥവ്യത്യാസത്തിന് സഹായകമായത് പ്രത്യയമാണ്. ന്റെ എന്ന പ്രത്യയമാണ് ഈ അർത്ഥവ്യത്യാസത്തിന് കാരണമായത്. കുട്ടികളെ, ന്റെ പ്രത്യയം അത് ഏത് വിഭക്തിയാണ്? അതെ, സംബന്ധിക അല്ലെ? സംബന്ധിക വിഭക്തി പ്രത്യയമാണിത് എന്നുകൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉള്ള മുഴുവൻ മാർക്കും നേടുവാൻ സാധിക്കും. ചോദ്യം ഒറ്റ നോട്ടത്തിൽ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും നന്നായി വായിച്ച് മനസ്സിലാക്കി വേണം ഉത്തരമെഴുതുവാൻ. ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. 1 മാർക്കിന്റെ കുറവിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡിൽ വളരെ വലിയ വ്യത്യാസം വരാം. അതുകൊണ്ട് തന്നെ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങൾക്കും കൂടുതൽ മാർക്കുള്ള ചോദ്യങ്ങൾക്ക് നൽകുന്ന അതേ പ്രാധാന്യം തന്നെ നൽകിക്കൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറാവണേ. കുട്ടികളെ, ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കണേ. അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.